നമ്മൾ കേട്ട തിരുവചനഭാഗത്തെ പറ്റി കുറച്ച് സമയം ധ്യാനാത്മകമായി ചിന്തിക്കുകയാണ്. ദൈവം ആദ്യ മാതാപിതാക്കളോട് പറഞ്ഞു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലങ്ങൾ നിങ്ങൾക്ക് തിന്നാം, എന്നാൽ തോട്ടത്തിൽ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റേത് തിന്നരുത്. ആ ഫലം തിന്നുന്ന ദിവസം നിങ്ങൾ മരിക്കും. എന്നാൽ ആ ഫലം ഹവ്വ പറിച്ചു തിന്നു, ആദത്തിന് കൊടുത്തു. അവൻ ഭക്ഷിച്ചു. പക്ഷെ അവൻ മരിച്ചോ എന്ന് ചോദിച്ചാൽ, മരിച്ചോ എന്ന് പറഞ്ഞേ, അവൻ മരിച്ചോ? ശാരീരികമായ അർത്ഥം നോക്കിയാൽ അവര് മരിച്ചില്ല. മെഡിക്കൽ സയൻസിന്റെ ഭാഷയിൽ നോക്കിയാൽ അവര് മരിച്ചില്ല. പക്ഷേ ആത്മീയമായിട്ട് അവർ മരിക്കുക തന്നെ ചെയ്തു. കാരണം അന്ന് മുതൽ ദൈവം അവർക്ക് പേടിക്കേണ്ട ഒരു യാഥാർത്ഥ്യമായി മാറി. അതുവരെ അവരുടെ ജീവിതത്തിൽ എല്ലാമായിരുന്ന ദൈവം അന്ന് മുതൽ അവർക്ക് അന്യനായി. അവർ ദൈവത്തെ സംശയിക്കുകയാണ്. നീ പഴം തിന്നോ എന്ന ദൈവത്തിന്റെ ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ കരുത്തില്ലാതെ, നീ കൂട്ടിന് തന്ന സ്ത്രീ എനിക്കത് തന്നു, അപ്പോൾ ഞാൻ തിന്നു എന്ന് പുരുഷൻ പറയുമ്പോൾ, നീ എന്റെ നാശത്തിനായി അവളെ തന്നു എന്നൊരു ധ്വനി അതുകൊണ്ട്. കൂട്ടിനായി തന്ന സ്ത്രീ ഇവിടെ നാശത്തിനായി നീ തന്നവൾ എന്ന അസംതൃപ്തിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. പാപത്തിന്റെ പരിണതഫലം അതാണ് മരണം. മനുഷ്യൻ ദൈവിക ജീവനിൽ നിന്ന് അകറ്റപ്പെടുന്നു. അതായത് ദൈവം തന്ന ദാനങ്ങൾ അവൻ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ദൈവത്തോട് നന്ദി ഉണ്ടാകേണ്ട അവൻ ദൈവത്തോട് മറന്നിരിക്കുകയാണ്. അവൻ അവനിൽ തന്നെ അസംതൃപ്തനാണ്. ദൈവ സാന്നിധ്യത്തെ സന്തോഷത്തോടെ അവന് പിന്നീട് കാണാനായിട്ട് കഴിയുന്നില്ല. ദൈവ സാന്നിധ്യം അവന് ഭയത്തിന് കാരണമായിട്ട് മാറുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ദൈവം സന്തോഷമാകേണ്ട അവന് ദൈവത്തിന്റെ സാന്നിധ്യം ഇനി മുതൽ സന്തോഷം നൽകുന്നില്ല. ഇതാണ് മരണം എന്ന് പറയുന്നത്. ആത്മീയമായ മരണം എന്ന് പറയുന്നില്ല. ദാവീദ് രാജാവ് ഇപ്രകാരം പറയുന്നു, ദൈവമേ, അങ്ങയുടെ സന്തോഷം വീണ്ടും എനിക്ക് തരണമേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. പ്രിയമുള്ളവരെ, മനുഷ്യന് സന്തോഷം ഉണ്ടാകണമെങ്കിൽ, അവന് സമാധാനം ഉണ്ടാകണമെങ്കിൽ, മനുഷ്യൻ ജീവിതത്തെ വെറുക്കാതിരിക്കണമെങ്കിൽ, അവന് അല്ലെങ്കിൽ അവൾക്ക് ജീവിതത്തെ പറ്റി പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്താണത്? പാപത്തെ ഒഴിവാക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അതായത് ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക. അത് മാത്രമല്ല. സങ്കീർത്തനം 56 പ്രകാരം ആണ് നമ്മൾ, ഞാൻ ദൈവസന്നിധിയിൽ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് അവിടുന്ന് എൻ്റെ ജീവനെ മരണത്തിൽ നിന്നും എൻ്റെ പാദങ്ങളെ വീഴ്ചയിൽ നിന്നും രക്ഷിക്കുന്നു. ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടത്, ജീവന്റെ പ്രകാശം നടക്കാനാണ് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ജീവന്റെ പ്രകാശം നടക്കാൻ ആദത്തിനും ഹവ്വയ്ക്കും കഴിഞ്ഞില്ല. അതായത് ദൈവത്തിന്റെ പ്രകാശത്തിൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ. പകരം അവർ വഞ്ചകന്റെ വലയിൽ വീണു. അപ്രകാരം അവർ അവരെ പറ്റിയുള്ള ദൈവഹിതത്തെ നിരസിച്ചു കളഞ്ഞു. വിശുദ്ധ അഗസ്തീൻ പറയുന്നു, നമ്മെ കൂടാതെ, നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മെ കൂടാതെ നമ്മെ രക്ഷിക്കാൻ കഴിയില്ല. ശരിയാണ്, ദൈവം രക്ഷകനാണ്. പക്ഷേ നമ്മെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയണമെങ്കിൽ നമ്മൾ വിശ്വാസം വഴിയും പ്രാർത്ഥന വഴിയും ഹൃദയനൈർമല്യം വഴിയും ദൈവകൽപ്പനകൾ അനുസരണം വഴിയും പാപത്തെ ഒഴിവാക്കിയും ഈ ദൈവത്തോട് നാം അനുദിനം സഹകരിക്കണം. ഈ ദൈവത്തോട് നാം ചേർന്ന് നിൽക്കണം. അപ്പോഴേ നമുക്ക് ഫലം കൊണ്ടുവരാൻ സാധിക്കും. മാനസാന്തരത്തിന് വചനപ്രകാരം പറയുന്നു, മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖയ്ക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് പ്രിയമുള്ളവരെ ദൈവം കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഫലം പുറപ്പെടുവിക്കുവാൻ. അതിന് ഈ നോമ്പുകാലം പ്രത്യേകം നമ്മെ ക്ഷണിക്കുകയാണ്. വചനം പറയുന്നു, നീ കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങൾ സാധിച്ചു തരും.
നീ കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങൾ സാധിച്ചു തരും. അതുകൊണ്ട് നമ്മെ പറ്റിയുള്ള ദൈവഹിതം യഥാസമയം പൂർത്തിയാകാൻ, അതിനെ ഹവയെ പറ്റിയുള്ള ദൈവഹിതം പൂർത്തിയായോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം അവർ ദൈവകൽപ്പനകൾ ലംഘിച്ചപ്പോൾ ദൈവഹിതം അവരെ പറ്റിയുള്ള അട്ടിമറിക്കപ്പെട്ടു. എന്നാൽ നമ്മെ പറ്റി ദൈവഹിതമുണ്ട്, ഓരോ വ്യക്തിയെ പറ്റി ദൈവഹിതമുണ്ട്. അത് യഥാസമയം പൂർത്തിയാകാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്താണത്? കർത്താവിൽ ആനന്ദിക്കുക. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ആനന്ദത്തിന്റെ സ്രോതസ്സുകൾ നമുക്ക് ഒഴിവാക്കാം. അനുദപിച്ച് ദൈവത്തിലേക്ക് തിരിയാം. എപ്പോഴും ദൈവസന്നിധിയിൽ ജീവിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അപ്പോൾ ദൈവത്തിന്റെ ഹിതം ഓരോ ദിവസവും നമ്മെ പറ്റിയുള്ള, നമ്മുടെ കുടുംബത്തെ പറ്റിയുള്ള ഒക്കെ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. അപ്പോൾ ദൈവവുമായിട്ടുള്ള ഐക്യത്തിൽ, ഐശ്വര്യത്തിൽ, ഈശ്വരൻ കൂടെയുള്ളതാണ് ഐശ്വര്യം എന്ന് പറയുന്നത്, ഐശ്വര്യത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ